അമേരിക്ക ഇറാൻ സംഘർഷത്തിൽ വീണ്ടും തീ പിടിപ്പിക്കുന്ന പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പുതിയ ആണവ കരാറിന് തയ്യാറാകുന്നതുവരെ തന്നെ രാജ്യാന്തര ഉപരോധം തുടരുമെന്നും സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായി തന്നെ അടച്ചുപൂട്ടുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇറാനെ സൈനികമായി നേരിടുന്നതിനേക്കാൾ ഇപ്പോൾ നടപ്പിലാക്കുന്ന സാമ്പത്തിക ഉപരോധമാണ് കൂടുതൽ ഫലപ്രദം എന്നതാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കടുത്ത ഭാഷയിൽ ഇറാനെ വിമർശിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർക്ക് ശ്വാസം മുട്ടുകയാണ് എന്ന പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഇറാന്റെ എണ്ണ ടാങ്കറുകൾ, വിതരണ ശൃംഖല എല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക നീക്കങ്ങൾ ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പൂർണ്ണമായും തളർത്തുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ആണവ പദ്ധതി ഉപേക്ഷിക്കുകയും വാഷിംഗ്ടണിന്റെ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്യുന്നതുവരെ സമാധാന കരാർ ഉണ്ടാകില്ല എന്നും ട്രംപ് ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ തന്നെ ഉപരോധത്തെ തുടർന്നുകൊണ്ട് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതി തകരാറിലായിരിക്കുകയാണ്. സംഭരണശാലകളും പൈപ്പ് ലൈനുകളും അഴിമതി സമ്മർദ്ദത്തിൽ നിന്നും ട്രംപ് വലിയ രീതിയിൽ ഇത് എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നതും. മാത്രമല്ല, സംഘർഷം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന പ്രധാന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇറാൻ ഇപ്പോൾ ഒരു പന്നിയെ പോലെ തന്നെ ശ്വാസം മുട്ടുകയാണ്. ആണവ വിഷയത്തിൽ ഒരു കരാർ ഉണ്ടാകുന്നത് വരെ തന്നെ ഉപരോധം തുടരുമെന്നും ട്രംപ് ഈ ഒരു പ്രഖ്യാപനം നടത്തി. ഇതിപ്പോൾ കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നതായി തന്നെ വിലയിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുവാനും ആഗോള വ്യാപാരത്തിന് നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നു കൊടുക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ ഈ സമാധാന നിർദ്ദേശങ്ങൾ വാഷിംഗ്ടണിന് കൈമാറിയതെന്നതാണ് അമേരിക്കൻ വാർത്താ ഏജൻസിയായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്നും എന്നാൽ ഏറെ തർക്ക വിഷയമായ ആണവ കരാർ ചർച്ചകൾക്ക് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറ്റിവെക്കണമെന്നും ഇറാന്റെ പുതിയ വാഗ്ദാനം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ പുതിയ നീക്കം. ചർച്ചകൾ വേണമെങ്കിൽ ടെഹ്റാനെ നേരിട്ട് വാഷിംഗ്ടണിനെ വിളിക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയും ചെയ്തത് ഇപ്പോൾ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിക്കാനുള്ള വഴി തുറക്കുന്നതായി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.